ഏറെ നാളത്തെ കടമ്പ LDF സർക്കാർ അതിജീവിക്കുകയാണ്. KSRTC ജീവനക്കാർക്ക് ഇനി മുതൽ 1-ാം തീയതി തന്നെ ശമ്പളം നൽകുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. SBIയിൽ നിന്നും 100 കോടി ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് ശമ്പളം നൽകാനാണ് തീരുമാനം. ഇത് പിന്നീട് തിരിച്ചടയ്ക്കും. ഈ രീതിയിൽ എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം നൽകാനാവുമെന്നും ഇടതുപക്ഷ സർക്കാരിൻ്റെ കരുത്തുറ്റ നേതൃത്വമാണ് ഇത് വിജയിപ്പിച്ചതെന്നും മന്ത്രി പറഞ്ഞു. KSRTC ജീവനക്കാരുടെ ശമ്പള വിതരണം 1-ാം തീയതി നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനമാണ് നടപ്പാകുന്നത്. ഇനി മുതൽ എല്ലാ മാസവും 1-ാം തീയതി തന്നെ ജീവനക്കാരുടെ അക്കൗണ്ടുകളിൽ ശമ്പളമെത്തും. ഇതിനായി SBIയിൽ നിന്നും 100 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുക്കും. 80 കോടി രൂപ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിന് മാറ്റിവെക്കും. സർക്കാർ സഹായമായി 50 കോടി രൂപയും ലഭിക്കുന്നുണ്ട്. കൂടാതെ പ്രതിദിനം KSRTCയിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും ചേർത്ത് പെട്ടെന്ന് തന്നെ ഓവർ ഡ്രാഫ്റ്റ് തിരിച്ചെടുക്കുന്ന വിധത്തിലാണ് സംവിധാനം. ഇടതുപക്ഷ സർക്കാരിന്റെ കരുത്തുറ്റ നേതൃത്വമാണ് ഇത് വിജയിപ്പിച്ചതെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ സാമ്പത്തിക സഹായം നിലനിർത്തിക്കൊണ്ട് തന്നെ ഏതാണ്ട് 50 കോടി രൂപ സർക്കാർ ഒരു മാസം ശമ്പളത്തിനായി KSRTC നൽകുന്നുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ മാസം മുതൽ ഇനി വരുന്ന മാസങ്ങളിലെല്ലാം കൃത്യമായി 1-ാം തീയതി KSRTC ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് അവരുടെ ശമ്പളം മാറി വരും എന്ന സന്തോഷ വാർത്തയാണ് വളരെ നിങ്ങളെ എല്ലാവരെയും അറിയിക്കാനുള്ളത്. ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെ കരുത്തുറ്റ ഒരു നേതൃത്വം, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ളൊരു നേതൃത്വവും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളുമാണ് ഇത് വിജയിപ്പിച്ചത്. ലാഭത്തിലേക്ക് കടന്നു എന്നൊന്നും പറയില്ല, പക്ഷേ വലിയ ഒരു വ്യത്യാസം KSRTCയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ജീവനക്കാരുടെ സഹകരണം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. KSRTC ജീവനക്കാരുടെ സഹകരണം വരുമാനത്തിൽ വലിയ വ്യത്യാസമുണ്ടാക്കിയിട്ടുണ്ടെന്നും തുടർന്നും ആത്മാർത്ഥതയോടെ ജോലി ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇന്ന് തന്നെ ക്രെഡിറ്റ് ആകും. വരുമാനത്തിന്റെ 5% പെൻഷനായി മാറ്റിവെക്കും. 2 മാസത്തിനകം പെൻഷനും കൃത്യമായി വിതരണം ചെയ്യും. ഈ വർഷം 91 കോടി 44 ലക്ഷം രൂപ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. KSRTCയുടെ നിലവിലുള്ള അക്കൗണ്ടുകളെല്ലാം SBIയിൽ ഒറ്റ അക്കൗണ്ടാക്കി മാറ്റും ും മന്ത്രി അറിയിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.